ബില്ല് പാസ്സാക്കുമ്പോൾ ഗവർണർമാരും പ്രസിഡന്റുമാരും സ്വീകരിക്കുന്ന ടൈം ലൈൻ സംബന്ധിച്ച പോയിന്റിൽ എത്ര നാൾ കൊണ്ട് അത് അസെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് വൈകിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ബിൽ അംഗീകരിച്ചതായി കണക്കാക്കണം എന്നൊക്കെ വാദിച്ച് ധാരാളം പേരുണ്ടായിരുന്നു. പക്ഷെ അംബേദ്കർ അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് അന്ന് ചെയ്തത്. അംബേദ്കർ ഒരു ശക്തനായ യൂണിയൻവാദിയായിരുന്നു. അതായത് ശക്തമായ യൂണിയൻ സർക്കാർ എന്നുള്ളതായിരുന്നു അംബേദ്കറുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഇതിനെ ഈ ഫെഡറലിസ്റ്റുകൾ അതിശക്തമായി ചോദ്യം ചെയ്തു. വലിയ ഡിബേറ്റുകളാണെന്ന്. പക്ഷേ ഈ ഡിബേറ്റ് നടക്കുമ്പോഴും നമുക്കറിയാം അംബേദ്കറുടെ ഈ യൂണിയൻ പക്ഷത്ത് തന്നെയായിരുന്നു നെഹ്റുവും പട്ടേലും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ പേരും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ കൂടുതൽ പേരും യൂണിയൻ പക്ഷത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ യൂണിയൻ പക്ഷത്തിന് വേണ്ടി മറുപടി പറയുന്നുകൊണ്ടിരുന്ന അംബേദ്കർ തന്നെയാണ്. അംബേദ്കർ യൂണിയൻ ശക്തമാവണമെന്ന് അദ്ദേഹത്തിന് പലവിധ ന്യായങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ന്യായങ്ങൾ പലവിധ ന്യായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. യൂണിയൻ ശക്തമായാൽ മാത്രമേ കെട്ടുറപ്പുള്ള ഒരു രാജ്യം ഉണ്ടാവൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ ഫെഡറലിസ്റ്റുകൾ ഈ പറയുന്ന ഈ ഒരൊറ്റ പോയിന്റിൽ ഈ ബില്ല് പാസ്സാക്കുമ്പോൾ ഗവർണർമാരും പ്രസിഡന്റുമാരും സ്വീകരിക്കുന്ന ടൈം ലൈൻ സംബന്ധിച്ച പോയിന്റിൽ എത്ര നാൾ കൊണ്ട് അത് അസെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് വൈകിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ബിൽ അംഗീകരിച്ചതായി കണക്കാക്കണം എന്നൊക്കെ വാദിച്ച് ധാരാളം പേരുണ്ടായിരുന്നു. പക്ഷേ അംബേദ്കർ അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് അന്ന് ചെയ്തത്. അംബേദ്കർ പറഞ്ഞത് അത് ഗവർണർമാരുടെ മേൽ ചുമത്തുന്ന അനാവശ്യമായ സമ്മർദ്ദമാണ്. കാരണം അത് അംബേദ്കർക്ക് അതിൻ്റെ ന്യായമുണ്ട്, ആ പറഞ്ഞതിൽ ന്യായമുണ്ട്. അതിൻ്റെ കാരണം ഒരു ബില്ല് പാസ്സായി, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കരുതുക. ചിലപ്പോൾ ഒരു പക്ഷേ ഗവർണർക്കും പ്രസിഡന്റിനും അതിൽ കൺസൾട്ടേഷൻ ആവശ്യം വരും. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളത് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഗവർണറും പ്രസിഡന്റും വെറും റബ്ബർ സ്റ്റാമ്പാവാണ്. അവരെന്ത് ചെയ്യണം? അവർ ഒരുപക്ഷെ സുപ്രീം കോടതി തന്നെ കൺസൾട്ട് ചെയ്യേണ്ടി വരും, ഭരണഘടനാ വിദഗ്ധരെ കൺസൾട്ട് ചെയ്യേണ്ടി വരും ഈ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുതയെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ അവർ ഒപ്പിടണം എന്ന് നിർബന്ധം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൺസൾട്ടേഷൻ നടക്കില്ല എന്ന് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ നിന്നും ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ പാസ്സാകാനും സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അംബേദ്കർക്ക് ഈ ഗവർണർ യൂണിയൻ ഗവൺമെൻറ് എന്നതിനെക്കുറിച്ച് കുറേ കൂടി പോസിറ്റീവായ സമീപനമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇന്നത്തെ ഒരു കാലം അദ്ദേഹം ഫോർസീ ചെയ്തു എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അദ്ദേഹം എന്ന് പറയുക ഗവർണർ പ്രസിഡൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജെൻറ്റിൽ വുമൺ സ്റ്റൈലിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാണ് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക. മറ്റൊന്ന്, അദ്ദേഹം ഈ പറയുന്ന പ്രൊവിഷൻസിനെ കുറിച്ച് പറഞ്ഞാൽ അതൊക്കെ ഡെഡ് ലെറ്റേഴ്സാണ് എന്നാണ്. ഏത് ഈ പ്രസിഡൻറ്റിനും ഗവർണർക്കും കിട്ടുന്ന ഈ ഒരു അവരുടെ ഡിസ്ക്രിഷണറി പവർ ഉണ്ടല്ലോ, ആ പവറുടെ ഡെഡ് ലെറ്റേഴ്സ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് തെറ്റിപ്പോയി എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹം ഡെഡ് ലെറ്റേഴ്സ് എന്ന് ഉപയോഗിച്ചാൽ അതേ വാക്കുകൾ, അതേ ഭരണഘടനയിൽ അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് യൂണിയൻ സർക്കാർ അമിതാധികാര പ്രയോഗം നടത്തുകയും ഫെഡറലിസത്തെ കുഴിച്ചുമൂടുകയും ചെയ്യുന്നു എന്നാണ് കോടതി പോലും കണ്ടെത്തി. കഴിഞ്ഞ ഏപ്രിൽ സുപ്രീം കോടതി പോലും കണ്ടെത്തിയത്.